പ്രൈസ് ദി ലോർഡ്. കർത്തൃമേശ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് ഇത് പറഞ്ഞത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യാനാണ് പറഞ്ഞത്. കർത്താവിന്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ, കർത്താവിന്റെ രക്തം നമ്മുടെ രക്ഷയ്ക്കായി ഒഴിക്കുന്നതും, കർത്താവിന്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതും അതാണ് നമുക്ക് ജീവനായി തീർന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൂടുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാനെന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കർത്തൃമേശയുടെ മുന്നിൽ വരുമ്പോൾ ഓർക്കുന്നുണ്ട്, കർത്തൃമേശയുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ട്. എന്നാലും പ്രധാനമായി നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായം 11 മുതലുള്ള വാക്യം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അപ്പൊ കർത്താവ് കാൽവരി ക്രൂശിൽ തകർത്ത തന്റെ രക്തമായിട്ട് കർത്താവ് എവിടേക്ക് പോയെന്നാ പറയുന്നത്? കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ സ്വർഗീയമായ ഒരു കൂടാരത്തിലേക്ക് പോയി. അതുപോലെ തന്നെ എബ്രായ ലേഖനം പറയുന്നുണ്ട്, നമ്മൾ ഇവിടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയൊക്കെ രക്തം കൊണ്ടുവന്ന് അത് ഇവിടുത്തെ യെരുശലേം ദേവാലയത്തിൽ അവർ കൊണ്ട് തളിച്ചത് സാക്ഷാൽ വരാനിരുന്നതിന്റെ നിഴലായിരുന്നു എന്ന് പറയുന്നുണ്ട് എബ്രായ ലേഖനം. അപ്പോൾ കർത്താവ് നിത്യമായ ഒരു കൂടാരത്തിൽ നമ്മുടെ വീണ്ടെടുപ്പിനായിട്ട് ഈ രക്തം കൊണ്ടുപോയി. അപ്പൊ അത് ലോകത്തിലെ എവിടെയെങ്കിലും ഒരു കൂടാരത്തിലല്ല തളിച്ചത്, നിത്യമായ കൂടാരത്തിലാണ്. അത് അവസാനം പറയുന്നത് പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്നാ പറയുന്നത്. എന്നേക്കും സ്ഥാപിച്ചു തന്നു. അപ്പോൾ നമ്മൾ ഇതിന്റെ മുന്നിൽ വരുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സ്ഥിരമായ ഒരു വീണ്ടെടുപ്പ് കർത്താവ് ചെയ്തിരിക്കുന്നു. ഇനി ഒരു കർമ്മത്തിന്റെയോ ഒരു യാഗത്തിന്റെയോ ആവശ്യമില്ല. സ്ഥിരമായ ഒരു വീണ്ടെടുപ്പ് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ ഓർക്കുന്നത്. അത് കർത്താവിന്റെ രക്തത്താൽ. എന്തുകൊണ്ട് ക്രിസ്തുവിന്റെ രക്തത്താൽ തന്നെ പോയി? ലോകത്തിലുള്ള ആറ്റുകുട്ടന്മാരുടെയോ അല്ലെങ്കിൽ ലോകത്തിലുള്ള മൃഗങ്ങളുടെയോ പ്രാവിന്റെയൊക്കെ രക്തത്തിന് എന്തുണ്ടായിരുന്നു? എന്താണ് ലോകത്തിലെ അവര് നടത്തിക്കൊണ്ടിരുന്ന യാഗത്തിന്റെ ആ മൃഗങ്ങളുടെ രക്തത്തിനും കർത്താവിന്റെ രക്തത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു അറിയോ? ഒന്ന്, പാപമില്ലായിരുന്നു. പക്ഷെ പാപമില്ലായിരുന്നു എന്ന് മാത്രമല്ല, കർത്താവിന്റെ പുണ്യാകമായ രക്തമായിരുന്നു, ബ്ലെയിംലെസ് ആയിട്ടുള്ള സ്പോട്ട്ലെസ് ആയിട്ടുള്ള ബ്ലഡ് ആയിരുന്നു. അതുപോലെ തന്നെ മൃഗങ്ങളുടെയും ഊനമില്ലാത്ത മൃഗങ്ങളായിരുന്നു അതെല്ലാം. പക്ഷെ അതിനൊക്കെ അപ്പുറമായിട്ട് ഒരു പ്രത്യേകതയുണ്ട്. കർത്താവിന്റെ രക്തം, കർത്താവ് നിത്യനായവനായിരുന്നു. കർത്താവിന്റെ രക്തം കൊണ്ട് കർത്താവ് എങ്ങോട്ടാ പോയെന്നാ പറഞ്ഞേ? നിത്യതയിലേക്കാ പോയേക്കുന്നത്, എറ്റേണിറ്റിയിലേക്കാ പോയേക്കുന്നത്. അത് എറ്റേണലി മനുഷ്യന്റെ പാപങ്ങളെ ക്ഷമിക്കുന്നു. ക്രിസ്തുവിന്റെ രക്തത്തിന് എറ്റേണൽ വാല്യൂ ആണുള്ളത്. അതുകൊണ്ട് ആബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം എന്ന് പറഞ്ഞാൽ, ആബേലിന്റെ രക്തം അത് ചൊരിഞ്ഞവന്റെ നേരെ പ്രതിക്രിയയ്ക്ക് വേണ്ടിയും ശിക്ഷയ്ക്ക് വേണ്ടിയും സംസാരിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ രക്തം പാപികളുടെ ശിക്ഷയുടെ മോക്ഷത്തിനായും ക്ഷമയ്ക്ക് വേണ്ടിയും സംസാരിക്കുന്നു. ദൈവത്തിന്റെ മുന്നിൽ, ദൈവത്തിന്റെ നിത്യമായ കൂടാരത്തിൽ സ്ഥിരമായി എന്നേക്കും നിത്യതയോളം നിലനിൽക്കാൻ ശക്തിയുള്ള യോഗ്യതയുള്ള രക്തം. ആ യോഗ്യത ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. സാക്ഷാൽ സ്വരൂപമായതിന്റെ മുന്നിൽ ഒഴുക്കപ്പെടുവാൻ യോഗ്യതയുള്ള രക്തം മറ്റൊന്നിനുമില്ല. അത്ര പുണ്യാഹമായ, നീതിയുള്ള, അത്ര അതിവിശുദ്ധിയുള്ള രക്തം മറ്റൊന്നിനുമില്ല. എറ്റേണലി തളിക്കപ്പെടുവാൻ യോഗ്യതയുള്ള ഒരു രക്തം ലോകത്തിലെ ഒരു സൃഷ്ടിക്കുമില്ല. അത് ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ ഉള്ളൂ. എറ്റേണലി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവത്തിന്റെ ആലയത്തിൽ തളിക്കപ്പെടുവാനുള്ള യോഗ്യത. ഇപ്പൊ ഈ നിത്യതയെ പറ്റിയുള്ള കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നിത്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ടൈം ഇല്ല, സിംഗുലാരിറ്റിയാണ്, ഒറ്റ ഇതാണ്. അതായത് ടൈം ഇല്ലാത്ത ഒറ്റ നിമിഷമാണ്. അതായത് ആ ഒറ്റ നിമിഷത്തിലേക്കാണ് ക്രിസ്തുവിലൂടെ സകലവും ഏകനായവനെ കൊണ്ട് ഏക വീണ്ടെടുപ്പ് നടത്തി, ഒരു നിയമം സ്ഥാപിച്ചു, ഒരു സഭയെ തെരഞ്ഞെടുത്തു, ദൈവത്താൽ തന്നെ ആ ഐക്യതയിലേക്ക്. കർത്താവ് പറഞ്ഞ പരിശുദ്ധ പിതാവേ, ഞാനും നീ ഒന്നായിരിക്കുന്നു, എവരും ഒന്നാകേണ്ടതിന്. നമ്മൾ ആ വണ്ണസിലേക്കാണ് പോകുന്നത്, ആ സിംഗുലാരിറ്റിയിലേക്കാണ് നമ്മളും പോകുന്നത്. അത് കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. നമ്മൾ ആ സിംഗുലാരിറ്റിയിൽ നിന്ന് കർത്താവ് ചെയ്ത പ്രവൃത്തികൾ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. സിംഗുലാരിറ്റി എന്ന് പറയുന്നത് തന്നെ ഞാനൊരു ലോകത്തിന്റെ ഒരു പദമാണ്, മനസ്സിലാക്കേണ്ടതിന് വേണ്ടി പറഞ്ഞതാണ്. ഈ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഇല്ലാത്ത അവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടാണ് കർത്താവ് കൊണ്ടുവന്ന് തന്റെ രക്തം ചൊരിഞ്ഞത്. അത് നിത്യമായിരിക്കുന്നു. ഇതിന്റെ മുന്നിൽ വരുമ്പോൾ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട രക്തം നിത്യമായി നമ്മളെ രക്ഷിച്ച രക്തമാണ്. അത് നിത്യമായി നമുക്ക് വേണ്ടി വാദിക്കുന്നു, നിത്യമായി നമ്മളെ നീതിമാന്മാരാക്കി മാറ്റുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 1:18 വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള
നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യവും. നമുക്കെല്ലാം കുറെ പാരമ്പര്യമുണ്ട്. എന്റെ അപ്പൻ, എന്റെ അപ്പന്റെ അപ്പൻ, എന്റെ അപ്പന്റെ അപ്പന്റെ അപ്പൻ എന്നുള്ളൊരു പാരമ്പര്യമുണ്ട്. പക്ഷെ ഈ പാരമ്പര്യത്തിൽ നിന്നെല്ലാം നമ്മളെ വീണ്ടെടുത്തിട്ട് വേറൊരു ജീനിയോളജിയിലേക്ക് നമ്മളെ ചേർത്തു. കർത്താവിന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. കർത്താവിന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് വേറൊരു ജീനിയോളജിയിലേക്ക് മാറ്റി. എബ്രഹാമിന്റെ സന്തതി എന്നുള്ളൊരു ജീനിയോളജിയിലേക്ക്, ആത്മാവിന്റെ പഴയ ബന്ധം രക്തത്താലാണെങ്കിൽ പുതിയത് ആത്മാവിനാൽ അബ്രഹാമിന്റെ ജീനിയോളജിയിലേക്ക് നമ്മൾ ചേർക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വ്രതവുമായുള്ള പിതൃപാരമ്പര്യം ഇനി നമ്മൾ അത് പറയേണ്ട കാര്യമില്ല, അതിൽ പുകഴേണ്ട കാര്യമില്ല, അതിൽ അഭിമാനിക്കേണ്ട കാര്യമില്ല. അത് നാശമായിരുന്നു. ഇപ്പോൾ നമ്മളെ കർത്താവിൽ വേറെ ഒരു പാരമ്പര്യം നമുക്കിപ്പോൾ ഉള്ളത്. അബ്രഹാമിന്റെ പാരമ്പര്യമാണ് നമ്മളിപ്പം പറയാനുള്ളത്. ആത്മാവിനാൽ അബ്രഹാമിന്റെ പാരമ്പര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ആത്മാവിനാൽ. അപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം തന്നെയാണ്. കർത്തമേശയുടെ മുമ്പിൽ വരുമ്പോൾ കർത്താവ് നമ്മുടെ പഴയ പാരമ്പര്യങ്ങൾ മുറിച്ചു കളഞ്ഞു. ഇപ്പം പാരമ്പര്യം മുറിക്കാനായിട്ട്, പഴയ ശാപങ്ങൾ മുറിക്കാനായിട്ട് ഓരോ ശുശ്രൂഷകൾ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു ശാപം മുറിക്കില്ല. കർത്താവിലായി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി പുതിയതായിരിക്കുന്നു. ഇനി പഴയതില്ല, പഴയ ശാപങ്ങൾ, ഇനി ആ ബന്ധമല്ലോ നമുക്ക്. ഇപ്പൊ എബ്രഹാമിന്റെ സന്തതിയായി കഴിഞ്ഞു. അതാണ് എന്റെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങളാണ് മുഴുവനും ഉള്ളത്, ശാപങ്ങളല്ല. എബ്രഹാമിൽ നമുക്ക് അനുഗ്രഹങ്ങളാണ് വെച്ചിരിക്കുന്നത്, ശാപങ്ങളല്ല വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി എന്ത് നമ്മൾ ശാപം മുറിക്കാനായിട്ട് പോകുന്നത്? ഇനി ശാപം ഇല്ല, ശാപം എല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ വേറെ ജീനിയോളജിയിലേക്ക് ദൈവം നമ്മളെ മാറ്റിയിരിക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മളിൽ നിന്ന് കർത്താവ് മരണഭയം എന്നുള്ളത് പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു എന്നുള്ളത്. എല്ലാ ഭയങ്ങളിൽ നിന്നും, എല്ലാ ആകുല ചിന്തകളിൽ നിന്നും കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു, നിത്യമായി നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. റോമാലേഖനം 5:21 പറയുന്നു, പാപം മരണത്താൽ വാണതുപോലെ കൃപയെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടത്. പാപം എങ്ങനെ വാണു? മരണത്താൽ വാണു. സിൻ അതെങ്ങനെ റെയിൻ ചെയ്തു? അതായത് ആ പാപം മൂലം അല്ലെ മരണത്താൽ വാണിരുന്നു എന്നാ പറയാം. അപ്പൊ ലോകത്തിലെ സകല മനുഷ്യരിലും പാപം അത് റൂൾ ചെയ്യുന്നത് മരണത്തിന്റെ ബലത്തിലാണ്, മരണത്താലാണ് അത് വാഴുന്നത്. നമ്മുടെ നിലനിൽപ്പാണ് പാപത്തിന്റെയും നിലനിൽപ്പ്. ഇപ്പൊ കർത്താവ് വന്നിട്ട് എന്താ കാണിച്ചത്? കർത്താവ് മരണത്തെ ജയിച്ച് നമുക്ക് മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നു. ഇനി നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നത് മരണത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നിലനിൽപ്പിന്റെ പ്രശ്നം എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഈ സർവൈവ് ചെയ്യാനാണ്. മരണം നടക്കുന്നതിന് മുമ്പ് സെക്യൂരിറ്റി ഉണ്ടാക്കേണ്ടതിന് വേണ്ടിയും നല്ല നേട്ടങ്ങൾ കൊയ്യേണ്ടതിന് വേണ്ടിയാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. അപ്പൊ മരണം മുന്നിൽ കാണുമ്പോൾ ആൾക്കാർക്ക് പാപം ചെയ്യാനുള്ള ത്വര കൂടത്തേ ഉള്ളു. എന്താണ്? ഇനി അധിക നാളില്ല, വേഗം ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടാക്കണം, ഇനി ഞാൻ എത്ര കാലം മക്കളെ സെക്യൂർ ആക്കണ്ടായോ? അപ്പം മരണത്തിനോട് ഇനി എത്ര കാലം ലോകത്തിൽ ആസ്വദിക്കാം. ഇപ്പൊ ലോകത്തിലുള്ള എല്ലാവരും ഇനി എത്ര കാലം നമ്മളിവിടെ ഉണ്ട്, നമുക്കുള്ളതെല്ലാം ആസ്വദിക്കണം എന്നാണല്ലോ ലോകത്തിന്റെ വ്യൂ. കർത്താവ് വന്നിട്ട് കാണിച്ച എന്താണ്? ഈ നിലനിൽപ്പിന്റെ പ്രശ്നം അങ്ങ് ഇല്ലാതാക്കി. നമുക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമില്ല. ലോകത്തില് ആദം കയ്യിൻ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു. കയ്യിൻ ആബേലിനെ കൊന്നതും എല്ലാം നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു, നേടേണ്ടതിന് വേണ്ടിയായിരുന്നു. നമുക്ക് ആ പ്രശ്നമില്ല. നമുക്ക് നിലനിൽപ്പ് എന്ന് പറയുന്നൊരു പ്രശ്നമില്ല. നമ്മൾ ഇനി നിന്ന് സെക്യൂർ ആയിട്ട് പോയില്ലല്ലോ ഒന്നും ഒരു വിഷയമില്ല. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്ത് സർവൈവൽ, നമ്മളെ സംബന്ധിച്ച് എന്ത് നേട്ടം? ഒരു നേട്ടവും ഇല്ല. നമുക്ക് ഒരു വിഷയമില്ല അതിനകത്ത് ജീവിച്ചാൽ. അപ്പൊ കർത്താവ് ലോകത്തിൽ വന്ന് അങ്ങനെ ജീവിതമാണ് ജീവിച്ചേ. കർത്താവ് എന്തെങ്കിലും ഒരു കുട്ടിയോ? കർത്താവ് തന്റെ പ്രാണനെ സംരക്ഷിച്ചോ? തന്റെ ജീവനെ സംരക്ഷിക്കാൻ കൊണ്ട് നടന്നു? ഇല്ല. നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഞാനാന്നാ കർത്താവ് പറഞ്ഞേ. കർത്താവ് അങ്ങോട്ട് കയറി ചെന്നത്. കർത്താവ് മരണത്തെ ജയിച്ച് ജീവിച്ച് കാണിച്ചത്. അത് കർത്താവിന്റെ ജീവിതമായിരുന്നു മരണത്തെ ജയിച്ചത്. മരണത്തെ ഭയക്കാത്തുള്ളൊരു ജീവിതം അതായിരുന്നു കർത്താവ് കാണിച്ചു തന്നെ. എങ്ങനെയാണ് മരണത്തെ നമ്മൾ ജയിച്ചു എന്ന് നമ്മളൊക്കെ വാഗൊണ്ട് പറയുന്നു. കർത്താവ് മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു, നമ്മൾ വാഗൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ മരണത്തെ ഭയക്കുന്നുണ്ടോ? ആ മരണത്തിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിത്യത അടിസ്ഥാനത്തിലാണ്. നിത്യത അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ മരണഭയം ഇല്ലാതെ നിത്യതയിലേക്ക് പോകേണ്ടതിനുള്ള ഒരു ത്വര എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മളെ നിയന്ത്രിക്കും. അത് നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മരണത്തെ അനുസരിച്ചുള്ള ജീവിതം നമുക്ക് ആവശ്യം. കർത്താവ് ജീവിച്ച് മരണത്തെ തോൽപ്പിച്ചതാണ്. നമ്മളും അതേ മരണത്തെ ജയിച്ചുള്ള ജീവിതമാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും ഒരു വിശ്വാസി ജീവിക്കുന്നത് ലോകത്തിൽ ഒറ്റ കൂട്ടേ ഉള്ളു നിലനിൽപ്പിന് വേണ്ടി എന്താ പറയുന്നത്, അധ്വാനിക്കാത്തവർ അല്ലെ ആകുലപ്പെടാത്തവർ, നിലനിൽപ്പിന് വേണ്ടി വിഷമിക്കാത്തവർ ഒരൊറ്റ കൂട്ടേ ഉള്ളു. അതാരാ? ക്രിസ്ത്യാനികളാ. യഥാർത്ഥ ക്രിസ്ത്യാനികൾ നിലനിൽപ്പിന് വേണ്ടി ആകുലപ്പെടത്തില്ല. ഓ സഹോദര ഒന്നുമില്ലയോ, എന്നാ പിടിച്ചോ, ഇതൂടെ പിടിച്ചോ എന്നേ പറയത്തുള്ളൂ. എന്നേതാണ്ട് ഉടുപ്പെടുത്തോണ്ട് പോകുന്നു, മോനെ എന്നാ പുതപ്പ്, നാളെ ഞാനിവിടെ കാണുമെന്ന് ഉറപ്പൊന്നുമില്ല, നീ ഇതൂടെ കൊണ്ടുപോക്കൂ. കർത്താവിന്റെ നിയമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ നിലനിൽപ്പിന്റെ ഒരു കാര്യം നോക്കുന്നില്ല, ഒരു കാര്യമില്ല. നിലനിൽപ്പ് നോക്കുന്നതേ ഇല്ല. കർത്താവ് പറഞ്ഞ നിങ്ങള് സുവിശേഷം പറയാൻ പോകുമ്പോൾ നിങ്ങൾ ഒന്നും എടുക്കണ്ട. ആ മരണത്തെ തോൽപ്പിക്കുന്ന അങ്ങനാണ്. മരണത്തെ കർത്താവ് തോൽപ്പിച്ച് കാണിച്ച അങ്ങനാണ്.
ഇങ്ങനെയാണ് മരണത്തെ തോൽപ്പിച്ച് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അതിലും വലിയ ഭയമാണ്. കർത്താവ് നമ്മളെ മരണത്തിന്റെ ഭയത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് നമ്മൾ ഈ കർത്തൃമേശയുടെ മുമ്പിൽ വരുമ്പോൾ ഓർക്കേണ്ടതാണ്. നമ്മളെ കർത്താവ് ഈ മരണഭീതിയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ലോകത്തിൽ സ്വത്ത് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഭീതി, സമ്പത്ത് നഷ്ടപ്പെട്ടു എന്നുള്ള ഭീതി ആവശ്യമില്ല. നമ്മൾ മരണത്തെ ജീവിച്ച് തോൽപ്പിക്കുകയാണ് ക്രിസ്തുവിന്റെ പ്രത്യാശയിലൂടെ. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 15-ാം അധ്യായം 55-ാം വാക്യം. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ, എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകും. കാരണം നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾ ഒന്നും നേടുന്നില്ലെന്ന് നിങ്ങൾ ആകുലപ്പെടണ്ട. നിങ്ങൾ ഒരു നശിച്ചു പോകാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കർത്താവിൽ. അതാണ് നിങ്ങളുടെ സ്വത്ത്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള എല്ലാം വിറ്റ് ദരിദ്രർക്ക് ധൈര്യമായിട്ട് കൊടുക്കുക, ഒരു പ്രശ്നമില്ല. 4-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുപോലല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. അതുപോലെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ യാഗത്താൽ പ്രവേശിച്ചിരിക്കുന്നത് ആരുടെ യൂണിറ്റിയിലേക്കാണെന്നറിയോ? ആരുടെ യൂണിയനിലേക്കാണ്? ഐക്യതയിലേക്കാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഒരു ഇന്റിമസി, അവരിൽ നിലനിൽക്കുന്ന എസൻസ് ആയ ദൈവ സ്നേഹം എന്ന അതിന്റെ ഓഹരിക്കാരായിട്ടാണ് നമ്മളും ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഒരുവൻ കർത്താവിലായി കഴിയുമ്പോൾ അവന് വന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവോട് ഒരുമിച്ച് വസിക്കുന്നു എന്നാ പറയുന്നത്. എവരുടെ അതേ സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ഏക ദൈവത്തിന്റെ അതേ സ്നേഹം നമ്മൾ ഓഹരിക്കാരാകുകയാണ്. ഇത്രയും പ്രഷ്യസ് ആയ ദൈവസ്നേഹം, ഈ ദൈവസ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്ന പറയുന്ന കർത്താവിന് ചില സമയം നിസ്സഹായ സമയത്ത് നമുക്ക് ഒരിക്കലും തോന്നാത്ത ദൈവിക സ്നേഹം നമ്മൾ അനുഭവിക്കുന്നില്ലേ? അത് ഭയങ്കര വാല്യുബിൾ ആണ്. സ്വർഗത്തിൽ ദൈവം ആർക്കും കൊടുക്കാത്ത, സ്വർഗത്തിലെ ദൈവം മറ്റൊരു സൃഷ്ടിക്കും കൊടുക്കാത്ത ആ സ്നേഹം, നശിച്ചു പോകാത്ത ദൈവസ്നേഹം, നമ്മളെ വീണ്ടെടുക്കാൻ കർത്താവിന് കാരണമായ ആ ദൈവസ്നേഹം നമ്മൾ അവനിലൂടെ അനുഭവിക്കുന്നു. നമ്മൾ അതിന്റെ ഓഹരിക്കാരായി മാറിയിരിക്കുന്നു. ആ ദൈവസ്നേഹം നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. 5-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എബ്രായ ലേഖനം അതിന്റെ 6-ാം അധ്യായം 13-ാം വാക്യം. ഇനി നമ്മളെ രക്ഷിച്ചതിന്റെ ഉറപ്പാണ്. നമ്മുടെ രക്ഷ എത്ര ഉറപ്പുള്ളതാണ്. പല ആൾക്കാരും രക്ഷിക്കപ്പെടുവോ എന്നുള്ള, ഞാൻ പാപം ചെയ്തു പിന്നെ ഞാൻ രക്ഷിക്കപ്പെടുവോ, അല്ലെ ദൈവം എന്നെ തെള്ളിക്കളയുവോ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് പിന്നെ ഞാൻ ഈ പാപം ചെയ്തുകൊണ്ട് ഇനി ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് തെന്നി മാറുവോ എന്ന് ഭയത്തോടെ, കുറ്റബോധത്തോടെ. ഭയം ഞാൻ പറഞ്ഞിട്ട് നല്ലതാണ്, പക്ഷെ ഗിൽട്ട് അത് കാരണം അത് പാപത്തിൽ നിന്ന് വന്നതാണ് ഗിൽട്ട്. ഈ ഗിൽട്ടാണ് കർത്താവ് ക്രൂശിൽ തകർത്ത് കളഞ്ഞത്. നമ്മളെ ഗിൽറ്റിൽ നിന്നാണ് കർത്താവ് രക്ഷിച്ചത്. നമ്മൾ വീണ്ടും ആ ഗിൽറ്റിലേക്ക് പോകുമ്പോൾ വീണ്ടും നമ്മൾ പാപത്തിന്റെ മുഖം ചുമക്കുകയാണ്. ഗിൽറ്റിൽ നിന്നാണ് നമ്മളെ രക്ഷിച്ചത്, പിന്നെ നമ്മൾ അതിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അഷുറൻസ് എന്ന് പറഞ്ഞ എബ്രായ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പറയുന്നു. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുൾ ചെയ്തു. ദൈവത്തിന്റെ പ്രോമിസ് ആണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും അബ്രഹാമിലൂടെ അനേക സന്തതികൾ ഉണ്ടാകുമെന്ന് ദൈവം പ്രോമിസ് ചെയ്തു. ദൈവം അങ്ങനെ കൊടുക്കുമെന്ന് പ്രോമിസ് ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്, ആണ് അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ചു, ഒരാണയാലും ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്ത, ദൈവത്തിന് ഭോഷ്കു പറയാൻ കഴിയാത്ത 2 കാര്യങ്ങൾ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവന്നിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ശരണത്തിനായി കർത്താവിന്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ നമുക്ക് ഓടി വന്ന് നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്കു പറയാൻ കഴിയാത്ത 2 കാര്യങ്ങൾ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയം സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കർത്താവ് വാഗ്ദത്തം ചെയ്തു, ഒരു പ്രോമിസ് നമുക്ക് ചെയ്തിരിക്കുന്നു. അവൻ വാഗ്ദത്തം മാറുന്നതല്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാറുന്നതല്ല. 2-ാമത്തെ കാര്യം, മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്കു പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ. ഒന്ന്, പ്രോമിസ് ചെയ്തു, അത് ദൈവത്തിന് ഇനി കള്ളം പറയാൻ പറ്റത്തില്ല, ഇനി ചെയ്തില്ല എന്ന് പറയാൻ കഴിയത്തില്ല. ഇനി 2-ാമത്തെ കാര്യം എന്താണ് മാറ്റമില്ലാത്തത്? അതാണ് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിത്യം. അത് മാറിപ്പോകുന്നില്ല. അത് എറ്റേണിറ്റിയിൽ അത് കർത്താവിന്റെ രക്തം കൊണ്ട് പോയേക്കാണ്. അത് നിത്യമായി നമുക്ക് വേണ്ടി വാദിക്കുന്നു. നിത്യമായി മാറിപ്പോകാത്ത ഒരു മഹാപൗരോഹിത്യം
നമുക്ക് വേണ്ടി നിത്യതയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഈ ബ്രെഡും ഈ വീഞ്ഞും ഇതും കാണുമ്പോൾ അപ്പവും വീഞ്ഞും കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? കർത്താവ് എന്ന മഹാപുരോഹിതൻ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി തന്റെ രക്തം കൊണ്ട് തന്നെ ഈ പറയുന്ന സ്വർഗീയമായ കൂടാരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം പറയുന്നു എന്നും എന്നേക്കും. അപ്പം പാപം ചെയ്തു എന്നുള്ള ഒരു ഗിൽറ്റ് നമുക്ക് വേണ്ട. കാരണം നമുക്ക് വേണ്ടി പക്ഷപാതം പറയാൻ ഒരു പുരോഹിതൻ, ഒരു മഹാപുരോഹിതൻ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനോടാണ് കാര്യങ്ങളൊക്കെ പറയേണ്ടത്, പാസ്റ്റർമാരോടോ ദേവദാസന്മാരോടോ അല്ല. ഒരു പുരോഹിതൻ, ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ തന്നെ നമുക്ക് നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട് ദൈവത്തിന്റെ മുന്നിൽ, നമുക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്നുണ്ട്. നമ്മൾ ആരോടാ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയണ്ടേ? ഈ പുരോഹിതനോടാ പറയാൻ. പക്ഷെ നമ്മൾ പലപ്പോഴും ലോകത്തുള്ള പുരോഹിതന്മാരോടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് കാണാൻ അല്ലേ? നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നൽകപ്പെട്ടിട്ടുണ്ട്. അവനോടാണ് നമ്മൾ കൺഫസ് ചെയ്യുന്നത്, അവനോടാണ് നമ്മൾ എന്ന് പറയുന്നത്, അവനോടാണ് നമ്മൾ എന്ന് ക്ഷമ ചോദിക്കുന്നത്, നമ്മൾ കൺഫസ് ചെയ്യുന്നത് അവനോടാണ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, നമ്മൾ അപ്പവും വീഞ്ഞും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരങ്ങളുടെ കൂട്ടായ്മയുടെ പ്രാധാന്യമാണ്. എന്തുകൊണ്ട് ദൈവം ഇത് ഒറ്റയ്ക്ക് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്തോളാൻ പറഞ്ഞില്ല? കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല? അല്ലെ അപ്പോസ്തലന്മാർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല? അപ്പോസ്തലന്മാർ എന്തുകൊണ്ട് അങ്ങനെ കൂടിയില്ല? ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് കൂടിയില്ല. കൂട്ടായ്മ അത് അത്യാവശ്യമാണ്. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ആ കൂട്ടത്തിന്റെ മധ്യത്തെ ഇരുന്ന് ഇത് ചേരണം, ഇത് ഷെയർ ചെയ്യണം എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത് ഒറ്റയ്ക്ക് നടത്തേണ്ട കാര്യമല്ല. കർത്താവ് പലയിടത്തും പറയുന്നു. കർത്താവ് വീഞ്ഞും അപ്പവും കൊടുക്കാൻ നേരം കർത്താവ് കൂടെ ശിഷ്യന്മാരെല്ലാം പിടിച്ചിരുത്തിയായിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് പലയിടത്തും പറയുന്നുണ്ട്, നിങ്ങൾ 1-2 പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവിടെ എന്റെ മധ്യേ എന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സ്പെഷ്യൽ എന്തോ സാന്നിധ്യം, അനുഗ്രഹിക്കുന്ന സാന്നിധ്യം ഉണ്ട്. എന്നാൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ. പക്ഷെ കൂട്ടായ്മ അത് ദൈവസഭയുടെ സ്ട്രെങ്ത് ആണ്. ലോകത്തിൽ കർത്താവ് പറയും, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ലോകം പറയും എന്താ? നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന്. അപ്പോൾ നമ്മൾ ഈ കർത്തമേശയുടെ മുമ്പിൽ വരുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം എല്ലാവരും ഏക പ്രത്യാശയാൽ വിളിക്കപ്പെട്ടവരും ഒരേ ശരീരത്തിന്റെ അവയവങ്ങളും ഒരേ ആത്മാവിനാൽ ജീവിക്കുന്നവരും ആണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ കർത്തമേശയിലേക്ക് കൈ നീട്ടുമ്പോൾ ഒരേ അപ്പത്തിന്റെയും ഒരേ പാനപാത്രത്തിന്റെയും ഓഹരിക്കാർ, ഒരേ ശരീരത്തിന്റെ അവയവങ്ങൾ, ഒരേ പ്രത്യാശയാൽ വിളിക്കപ്പെട്ടവർ, ഒരേ കുടുംബത്തിന്റെ അംഗങ്ങൾ, സഹോദരങ്ങൾ ആണ് എന്നുള്ളതാണ്. ലോകത്തിന്റെ ജഡീക ബന്ധങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ആത്മാവിനാലുള്ള ബന്ധം, ആത്മാവിനാൽ ലോകത്തിന്റെ ഈ പറയുന്ന ബന്ധങ്ങളുടെ എല്ലാം ലോകത്തിന്റെ എല്ലാം കെടുന്നതാണ്. പക്ഷെ കെടുന്ന ബീജത്താലല്ല, കെടാത്ത വചനത്താൽ ആത്മാവിനാൽ ഉണ്ടായ ബന്ധമാണ് നമുക്ക് ക്രിസ്തുവിനാൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ മേശയുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം, നമ്മൾ എല്ലാം ഒരേ പ്രത്യാശയാൽ വിളിക്കപ്പെട്ട ഏക ശരീരത്തിന്റെ അവയവങ്ങളായ ഏക ആത്മാവിനാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളും ക്രിസ്തുവിന്റെ സഹോദരങ്ങളുമാണ്. അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രായ ലേഖനം 9:18 വാക്യം പറയുന്നു, അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല, മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും എല്ലാ രക്തം തളിച്ചു. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായ ഒക്കെയും ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴേ കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് വെച്ചിരിക്കുന്നു. അപ്പം കർത്താവ് ഒരിക്കലായി ഈ തന്റെ യാഗത്തിൽ തന്നെ യാഗമായി ദൈവത്തിന്റെ മുന്നിൽ ഏൽപ്പിച്ചു. രക്തമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക്
കടന്നു പോയിരിക്കുന്നു. അതെന്താണ് കാണിക്കുന്നത്? ഒരു പുതിയ നിയമത്തെയാണ് കാണിക്കുന്നത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ല. നിത്യമായുള്ള ഒരു പാപമോചനം കർത്താവിന്റെ രക്തത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കും. അതുമാത്രമല്ല, ലോകത്തിലെ യാഗങ്ങളെല്ലാം ഒരു സൃഷ്ടിയുടെ ആയതുകൊണ്ട് അതിനൊരു കാലത്തിന് അകത്ത് മാത്രമേ അതിന്റെ വാല്യൂ നിലനിൽക്കത്തുള്ളൂ. പക്ഷെ ക്രിസ്തു നിത്യനായ ദൈവമായതുകൊണ്ടും അവന് സമയത്തിന്റെ പുറത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു യാഗം അർപ്പിക്കുവാൻ കഴിവുള്ളവനുമാണ്. അവൻ ദൈവമാണ്. അപ്പോൾ അവന്റെ യാഗം കർത്താവ് അത് സ്വർഗത്തിൽ നിത്യതയിൽ ആ യാഗം അർപ്പിക്കുകയും അതിന് നിത്യതയോളം വാല്യൂ ഉണ്ടാകുകയും ചെയ്തു. ലോകത്തിന്റെ യാഗങ്ങളെല്ലാം ലോകത്തിനകത്ത് നിൽക്കുന്നതാണ്, അതെല്ലാം നശിച്ചു പോകുന്നതാണ്, ഒരു കാലത്തിനകത്ത് നിൽക്കുന്നതാണ്. പക്ഷെ കർത്താവിന്റെ യാഗം കാലത്തിന് പുറത്തുള്ളതായിരുന്നു. അത് എറ്റേണലി നിലനിൽക്കുന്ന, എറ്റേണലി വാല്യൂ ഉള്ള യാഗമായിരുന്നു. ഒരിക്കലും മാറാത്ത നിയമം. ദൈവം പാപങ്ങളെ കണക്കിടുന്നില്ല. ഇനി ഞാൻ അവരുടെ പാപങ്ങളെ അകൃത്യങ്ങളെയും കണക്കിടുന്നില്ല എന്ന് ദൈവം തീരുമാനിക്കുകയും ചെയ്തു, അല്ലെ? സദാകാലത്തേക്ക് ദൈവം ഇനി ഞാൻ അവരോട് ദീർഘമായി ക്ഷമിച്ചിരിക്കുന്നു, എന്നേക്കുമായി ക്ഷമിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ഇനി ദൈവം നമ്മളെ ക്ഷമിക്കാതിരിക്കുന്നില്ല എന്നുള്ളതും കൂടെയാണ് നമ്മൾ ഇത് ഓർമ്മിപ്പിക്കുന്നത്. നിത്യമായി അവൻ നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നു. ഇനി ദൈവം ക്ഷമിക്കുമോ എന്നുള്ളൊരു ഗിൽട്ട് നമുക്ക് ആവശ്യമില്ല. ദൈവം നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നു. ഇനി ദീർഘമായി തന്നെ അവൻ നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നു. അതാണ് 10:11 പറയുന്നത്. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. തന്റെ ശത്രുക്കൾ പാദപീഠം ആഗോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ക്രിസ്തുവിൽ നമ്മളെ പരിപൂർണരാക്കിയിരിക്കുന്നു. ക്രിസ്തുവിൽ നമ്മളെ പെർഫെക്റ്റ് ആക്കിയിരിക്കുന്നു, പൂർണ്ണരാക്കിയിരിക്കുന്നു. അവസാനത്തെ ഒരു പോയിന്റാണ്, നമ്മൾ ഇത്രയും കർത്താവ് നമുക്ക് ചെയ്തപ്പോൾ കർത്താവിന്റെ ഇത്രയും വലിയ സ്നേഹം നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇനി എങ്ങനെ പാപം ചെയ്യാൻ കഴിയും? ഇനി എങ്ങനെ പാപത്താലുള്ള ഒരു ലൈഫ് എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിയും? അതിനാൽ ഞാൻ സ്വാധീനിക്കപ്പെടാൻ കഴിയും? ഞാൻ എങ്ങനെ ഇനി പാപത്തെ സ്നേഹിക്കും? അപ്പോൾ ഓരോ ദിവസവും നമ്മൾ അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും നമ്മൾ ഇതിന്റെ മുൻപിൽ വരുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? എനിക്ക് വേണ്ടി ഈ ശരീരവും തകർക്കാനായി വിട്ടുകൊടുത്ത രക്തം, അവസാന തുള്ളി രക്തവും ഊറ്റിക്കൊടുത്ത ഈ കർത്താവിനെ വിട്ടിട്ട് എന്റെ ശരീരത്തിന്റെ സുഖം അന്വേഷിച്ച് എനിക്ക് എങ്ങനെ പോകാൻ കഴിയും? സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും സകല സുഖങ്ങളും ഉപേക്ഷിച്ച് ലോകത്തിലേക്ക് എന്നെ സ്നേഹിച്ച കർത്താവിനെ ത്യജിക്കണോ? അതോ എന്റെ സുഖങ്ങൾക്ക് വേണ്ടി ഞാൻ സുഖങ്ങളെ അന്വേഷിച്ച് പാപം ചെയ്യാൻ കർത്താവിനെ ത്യജിക്കണോ? അപ്പോൾ ഈ യാഗത്തിന്റെ ഈ കർത്തൃമേശയുടെ മുമ്പിൽ വരുമ്പോൾ ഓർക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്: ഇനി ഞാൻ പാപത്തെ എങ്ങനെ സ്നേഹിക്കും? ഇനി എനിക്ക് എങ്ങനെ പാപം ചെയ്യാൻ കഴിയും? അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കാൻ എല്ലാവരും മരിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അപ്പൊ കർത്താവിന്റെ സ്നേഹമാണ് നമ്മൾ ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് നമ്മളെ സ്നേഹിച്ച വലിയ സ്നേഹം അത് എത്ര വലുതാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്ന വേറൊരു കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. ദൈവം നമ്മളെല്ലാരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.